ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആർച്ചർ ആൻഡ് കോ എന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സിനിമയിൽ ആർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് 10 കുട്ടികൾ പിറക്കുകയാണ്. അതിൽ 7 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ഈ ആർച്ചർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫ് ടൈം ഗോള് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 പേരെയും നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വിടുക എന്നുള്ളതാണ്. സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മൂവിയാണിത്. സോ നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. ഈ ഒരു സിനിമയിൽ ഈ വ്യക്തിക്ക് 10 മക്കൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 4 പേരാണ്. ഈ കാണുന്ന വ്യക്തിയുടെ പേരാണ് സുശീന്ദ്രൻ. ഇവനാണ് ആ ഒരു കുടുംബത്തിലെ മൂത്ത മകൻ. ഇവന്റെ പേര് രഘു, ഇവനാണ് രണ്ടാമത്തെ മകൻ. ഇവന്റെ പേരാണ് ജഗ്ഗു, ഇവനാണ് മൂന്നാമത്തെ മകൻ. അങ്ങനെ ഇപ്പോൾ ആൺമക്കൾ 3 പേരെ നമ്മൾ കണ്ടു. ഇനി പെൺമക്കളിൽ പ്രധാനപ്പെട്ട ഒരാളെ പറഞ്ഞുതരാം. ഇവളുടെ പേരാണ് സുമ. ഇവളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ തന്നെ ഉള്ളത്. ഈ ഒരു മൂവി 1963 ബാംഗ്ലൂരിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബാംഗ്ലൂരിൽ ആർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ഈ 10 മക്കൾ. അദ്ദേഹത്തിന് നല്ല വരുമാനവും പിന്നെ നല്ല വീടും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മക്കളെയൊക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർച്ചറിന്റെ ഏറ്റവും മൂത്ത മകളെ 16-ാം വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു വിട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു മൂവിയിൽ കാണിക്കുന്നതേയില്ല. ആർച്ചറിന്റെ രണ്ടാമത്തെ മകള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടക്കും. ആർച്ചറിന്റെ പെൺമക്കളെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുമെങ്കിലും ആൺമക്കളെ എങ്ങനെയെങ്കിലും പഠിച്ച് എഞ്ചിനീയർ ആവണമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു. എന്നാൽ ഈ 3 ആൺമക്കൾക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളാണുള്ളത്. അപ്പം നമ്മുടെ സുശീന്ദ്രൻ ഇപ്പോൾ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രഘു ആണെങ്കിൽ ഒരു സെയിൽസ്മാൻ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ മകനാണെങ്കിൽ അവനിപ്പോഴും പ്രായമായിട്ടില്ല, അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത മകനായിട്ടുള്ള സുശീന്ദ്രന് ഇപ്പോഴും 30 വയസ്സായിട്ടും അവൻ്റെ കല്യാണത്തെക്കുറിച്ചൊന്നും വീട്ടിൽ സംസാരിക്കുന്നില്ലല്ലോ എന്ന് അവന് ഭയങ്കര ഒരു വിഷമമാണ്. അങ്ങനെ അവനിപ്പോൾ ആ ഒരു കാര്യം വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അച്ഛനും ഇവൻ്റെ കല്യാണം കഴിപ്പിച്ചിട്ട് ബാക്കിയുള്ള പെൺമക്കളെയും കല്യാണം കഴിച്ചു വിടാന്നൊക്കെ ആലോചിക്കുന്നു. അപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു അങ്കിള്, പുള്ളിയുടെ നാട്ടിൽ ഏതോ ഒരു പെണ്ണുണ്ട്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ വീട്ടുകാർ തമ്മിൽ ആ ഒരു കല്യാണം ഫിക്സ് ചെയ്യുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ പെണ്ണും ചെക്കനും കാണുന്നത് കല്യാണത്തിനായിരിക്കും. കാരണം ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വീട്ടുകാരാണ്. അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കല്യാണത്തിന് വെച്ചിട്ടാണ് പരസ്പരം കാണുന്നത്. കാണുന്ന സമയത്ത് പെണ്ണിനും ചെക്കനും അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാത്ത പോലെയുള്ളൊരു ഫീലൊക്കെ വരുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും പറയാതെ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ 3 ആൻറ്റിമാരെ നാട്ടിലെ BBC എന്നാണ് വിളിക്കുന്നത്. നാട്ടിലുള്ളവരെ കുറിച്ച് പരദൂഷണം പറയലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ആർച്ചറിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ കല്യാണവും ഇപ്പം നടത്തുന്നതാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ ഒരുപാട് സ്ത്രീധനമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ഒരു വിധത്തിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ കല്യാണം നടത്തുന്നു. അങ്ങനെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണം നടന്ന സമയത്ത് ഇവരുടെ മൂന്നാമത്തെ മകളായ സുമ പറയുകയാണ്, അടുത്തത് എൻ്റെ കല്യാണമാണ്, പക്ഷേ ഞാൻ ഇവർ കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കില്ല കല്യാണം കഴിക്കുന്നുണ്ടാവുക. ഞാൻ ലണ്ടനിലുള്ള ഒരു പയ്യനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ രഘുവിൻ്റെയും കല്യാണം നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രഘു ഭാര്യയുമായിട്ട് ഇവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള സുശീന്ദ്രനും തൻ്റെ ഭാര്യനെയും കൊണ്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. എന്നാൽ നമ്മുടെ രഘുവിന് തൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ താമസിക്കാൻ കുറച്ച് അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഒരു പ്രൈവസി ഇല്ലാത്ത ഫീലാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അച്ഛനായിട്ടുള്ള ആർച്ചറിൻ്റെ അടുത്ത് ചെന്നിട്ട്, എനിക്കിങ്ങനെ തൊട്ടപ്പുറത്തെ നാട്ടിൽ ഒരു സെയിൽസ്മാൻ്റെ ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഭാര്യനെയും കൂട്ടി അവിടെ ഒരു വീടെടുത്തിട്ട് താമസിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. വീക്കിലി വൺസൊക്കെ ഞാനിവിടെ വന്നിട്ട് പോയിക്കോളാം എന്ന് പറയുന്നു. പക്ഷേ നമ്മളുടെ ആർച്ചറിനാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമായിരുന്നില്ല. എപ്പോഴും തൻ്റെ മക്കളെല്ലാവരും തൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പം നേരെ ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മക്കൾ ആരും തന്നെ അച്ഛൻ്റെ വാക്ക് ഇതുവരെ കേൾക്കാതിരുന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ആർച്ചർ ഓഫീസിൽ പോയിട്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ മൂത്ത മകനായിട്ടുള്ള സുശീന്ദ്രൻ ലഡ്ഡു ഒക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ജോലിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവിടെ നിന്നും ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവനവിടെ താമസിക്കാൻ വീട് കാര്യങ്ങളൊക്കെ കമ്പനി റെഡിയാക്കിയിട്ടുണ്ട്. സോ ഭാര്യേനെ കൂട്ടിയിട്ട് താൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആ സന്തോഷത്തിൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്നതാണ്. എന്നാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത്, നീ ഇവിടെ നിന്നിട്ട് എന്ത് ജോലി വേണേലും ചെയ്തോന്നാണ്. പക്ഷേ നമ്മുടെ സുശീന്ദ്രനാണെങ്കിൽ അച്ഛൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അവന് ലഭിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അച്ഛൻ്റെ അടുത്തിപ്പോൾ എതിർത്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ തൻ്റെ മകൻ ആദ്യമായിട്ട് തന്നെ എതിർത്ത് സംസാരിച്ചതിൻ്റെ വിഷമത്തിൽ അയാൾക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള നെഞ്ചുവേദന വന്ന് അദ്ദേഹം മരിക്കുകയാണ്.
അങ്ങനെ ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ ഈ കുടുംബം വഴിയാധാരമാവുകയാണ്. കാരണം ഇനിയും ഒരുപാട് പെൺമക്കളെ കല്യാണം കഴിച്ചു വിടാനുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. ശരിക്കും പ്രധാനമായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ മൂത്ത മകനായിട്ടുള്ള സുശീന്ദ്രൻ ഇപ്പോൾ രഘുവിനെ വിളിച്ചിട്ട് രഘുവിൻ്റെ അടുത്ത് പറയുന്നു, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. നീ പെങ്ങന്മാരെയൊക്കെ നോക്കി ഇവിടെ നിൽക്കണം. ഞാൻ ഡൽഹിയിൽ പോയിട്ട് കൃത്യമായിട്ട് പൈസ അയച്ചു തരാം. അപ്പോൾ രഘു പറയുന്നത്, ഞാനും ഇത് തന്നെയാണ് പറയാൻ വേണ്ടിയിരുന്നത്. ഞാനും വേറെ സ്ഥലത്തേക്ക് വീട് മാറി പോകാൻ വേണ്ടി പോവാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ സുശീന്ദ്രൻ പറയുന്നു, നിനക്കിപ്പോൾ നിന്റെ വൈഫിൻ്റെ കൂടെ കുറച്ച് പ്രൈവസി അല്ലേ വേണ്ടത്, ഇനിയിപ്പോൾ അച്ഛൻ്റെ റൂം നീ എടുത്തോ എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ സുശീന്ദ്രൻ ഒരു വിധത്തിൽ നമ്മളുടെ രഘുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവൻ ഡൽഹിക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇപ്പോൾ സുമ എന്ന് പറഞ്ഞ മകളെ കാണിക്കുന്നു. അവളിപ്പോൾ തൻ്റെ അനിയത്തിമാരുടെ അടുത്ത് അച്ഛനുണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ചു ഞാൻ നല്ല സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് എനിക്കൊരു ലണ്ടൻ പയ്യനെ കിട്ടുക എന്നൊക്കെ ചോദിച്ച് അവളിപ്പോൾ അവളുടെ വിഷമം ഇങ്ങനെ അവളുടെ അനിയത്തിമാരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഇവർ വീട്ടുജോലിയൊക്കെ ചെയ്യേണ്ട അവസ്ഥയായി. ഇത്രയും നാൾ ഇവർക്ക് വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് ശമ്പളമൊന്നും കൊടുക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഇപ്പോൾ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള ജഗ്ഗു ആണെങ്കിൽ അവനിപ്പോൾ ഡ്രാമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡ്രാമ കമ്പനിയിലാണെങ്കിൽ 6 മാസത്തേക്ക് അവന് സാലറി ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളുടെ സുമയെ കാണിക്കുന്നു. അവളാണെങ്കിൽ 10th ഫെയിലിയർ ആണ്. ഇവള് അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു തരും, അങ്ങനെ ജീവിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ പഠിത്തത്തിലൊന്നും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവൾ സ്കൂളിൽ ടീച്ചറുടെ ജോലി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് നീ 10th പാസ്സായിരുന്നെങ്കിൽ നിനക്ക് ജോലി തരായിരുന്നു, ഇനിയിപ്പോൾ നിനക്ക് നഴ്സറി പിള്ളേരെ നോക്കുന്ന ജോലിയാണ് കിട്ടുക എന്ന് പറയുന്നു. അവളപ്പോൾ എന്തായാലും ചേട്ടന്മാരുടെ അടുത്ത് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു വിടാൻ പറയാമെന്നൊക്കെ വിചാരിച്ച് അവൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് എന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടണം, എനിക്ക് ലണ്ടനിലുള്ള പയ്യനെ വേണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം നമ്മളുടെ സുമ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു സെയിൽസ് ഗേൾ വന്നിട്ട് അവളുടെ അടുത്ത്, ഞാൻ നിൻ്റെ അടുത്ത് 10 ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറയുന്നു. അപ്പോൾ സുമ, ഈ 10 ചോദ്യം ചോദിക്കുന്നതാണോ നിങ്ങളുടെ ജോലി? അങ്ങനെയാണെങ്കിൽ ഈ ജോലി എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ആ കമ്പനിയിൽ പോയിട്ട് ആ ജോലി മേടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ സുമ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ആ ജോലി കിട്ടിയിട്ട് ഓരോ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരുടെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ചോദ്യത്തിന് ആൻസർ ചെയ്യും, കുറേ പേര് ഒഴിവാക്കി വിടും. അങ്ങനെ ഒരു സെയിൽസ് ഗേൾ നടക്കുന്നത് പോലെ ഇവളിങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ജഗ്ഗു ആണെങ്കിൽ ഒരു ഡ്രാമ കമ്പനിയിലാണ് ജോലി നോക്കുന്നതെങ്കിൽ പോലും അവൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫാക്ടറിയിൽ ജോലി നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചേട്ടൻ എല്ലാ ദിവസവും രാവിലെ അവനെ കൂട്ടിക്കൊണ്ട് ഒരു ഫാക്ടറിയുടെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കും. അവൻ ഉള്ളിൽ ജോലിക്ക് പോകുന്നത് പോലെ പോയിട്ട് നേരെ സൈഡിലൂടെ അവിടെ ഡ്രാമ കമ്പനിയിലോട്ട് പോകും. അങ്ങനെ ഇപ്പോൾ പിള്ളേരൊക്കെ പുറത്തുപോയി കഷ്ടപ്പെട്ട് അവർ വീട്ടിലേക്ക് നല്ലൊരു ഡൈനിങ് ടേബിൾ മേടിക്കുന്നു. അതിനുശേഷം വീട്ടിൽ എല്ലാവരും കൂടി ആ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ സുമ ഒരു ദിവസം ഇങ്ങനെ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. വലിയ റിച്ച് ആയിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് അവൾ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവൾ നോക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന പെണ്ണ് നമ്മളുടെ സുമയുടെ കൂടെ പഠിച്ചതായിരുന്നു. അപ്പോൾ അവളുടെ കൂട്ടുകാരി, നീ എന്താ ഇങ്ങനെ സെയിൽസ് ഗേൾ ആയതെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ചോദിക്കുന്നു, നീ ഇപ്പോഴും ലണ്ടനിൽ നിന്ന് പയ്യനെ കിട്ടുമെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? ഞാൻ ശരിക്കും അമേരിക്കയിൽ നിന്ന് പയ്യൻ വരും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇവിടെ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു ബന്ധം കിട്ടി. അങ്ങനെ ഇപ്പോൾ ഒരു ലണ്ടനിലെ പയ്യനെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൂട്ടുകാരി പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ആവുകയാണ്. കാരണം വയസ്സ് 27 ഇനിയും അവൾ ലണ്ടനിലുള്ള പയ്യനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കൂല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവളിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം അടുത്ത ദിവസം ചേട്ടൻ അവളുടെ അടുത്ത് പറയുന്നു, നിനക്ക് മൈസൂരിലുള്ള ഒരു പയ്യനെ ആലോചിക്കുന്നുണ്ട്, അവൻ PhD കഴിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയ പോലെയാണ് ഇരിക്കുന്നത്. അവൻ എന്നിട്ട് പെണ്ണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് രഘു പറയുന്നുണ്ട്, ഇല്ല, അവൾ ജസ്റ്റ് 9ാം ക്ലാസ് മാത്രമാണ്, 10ാം ക്ലാസ്സിൽ ഫെയിലിയർ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവൻ പറയുന്നു, പെണ്ണ് ഡിഗ്രി കഴിഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്, ഞാൻ അത് കേട്ടിട്ടാണ് വന്നതെന്ന് പറയുന്നു. അപ്പോഴാണ് രഘു പറയുന്നത് അതിവളുടെ അനിയത്തി ഉമയാണെന്ന്. അപ്പോൾ ആ പയ്യൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉമയെ മതിയെന്ന്. അങ്ങനെ അവിടെ വെച്ചിട്ട് സുമേനെ ഒഴിവാക്കിയിട്ട് ഉമേനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഉമയുടെ ബാക്കി പഠിത്തം 1 വർഷത്തിനുള്ളിൽ കഴിയും, അപ്പോഴേക്കും കല്യാണം കഴിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോൾ വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്.
അപ്പം നമ്മുടെ സുമയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളുടെ രഘു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവൻ വർക്കൊക്കെ ചെയ്ത് ഇപ്പോൾ അവനൊരു സ്കൂട്ടി മേടിക്കുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും തന്നെ ആ ഒരു സ്കൂട്ടി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീട്ടുകാർ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നീട് എവിടെയും പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ രഘു എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സുമ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നത്. കാരണം സുമ പറയുന്നത്, നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ പൈസയുണ്ട്, അതുപോലെ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ വരാൻ പൈസയുണ്ട്, പക്ഷേ എനിക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് തരാൻ മാത്രം നിങ്ങൾക്ക് പൈസ ഇല്ലാലേ എന്ന്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ രഘുവിനും അത് ഭയങ്കര ദേഷ്യമാവുന്നു. അങ്ങനെ അവിടെ ഹോട്ടലിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ രഘു അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ രഘുവിന് ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം തോന്നുന്നു. അവളുടെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോൾ അവളെ ചെന്ന് സമാധാനപ്പെടുത്തുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സുമയും ഞാനും അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തും സോറി ചോദിക്കുന്നു. അങ്ങനെ രഘു ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഉമ്മയുടെ കല്യാണം 1 വർഷം കഴിഞ്ഞിട്ടല്ലേ, അതിനുള്ളിൽ വേറെ നല്ലൊരു പയ്യനെ നോക്കിയിട്ട് നിൻ്റെ കല്യാണം ഞാൻ നടത്താമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ രഘു ഇപ്പോൾ അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവളെ ഇപ്പോൾ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയാണ്. അങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലോറി ഇടിച്ച് നമ്മളുടെ രഘു മരിക്കുകയാണ്. നമ്മുടെ രഘു മരിച്ചതോടുകൂടി ഇവരുടെ കുടുംബം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ ജഗ്ഗു ആണെങ്കിൽ ഇനിയിപ്പോൾ വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ അവൻ ഡ്രാമയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവനൊരു സ്റ്റീൽ കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. സുമയാണെങ്കിൽ നഴ്സറി ടീച്ചറായിട്ട് ജോലിക്ക് പോകുന്നു. അതേപോലെ തന്നെ അവൾ സമയം കിട്ടുന്ന സമയത്ത് അവൾ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലൊക്കെ കൊടുത്ത് വിൽക്കാറുണ്ട്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉമയ്ക്കും അതുപോലെ തന്നെ അവളുടെ PhD ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ പയ്യനുണ്ടല്ലോ, അവനുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. നമ്മുടെ ജഗ്ഗുവും സുമയും കൂടിയിട്ട് ഒരു വിധത്തിൽ വർക്കൊക്കെ ചെയ്ത് അവരുടെ പെങ്ങന്മാരെയും എല്ലാവരെയും നോക്കി വലിയ കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ജഗ്ഗുവിന് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ അവൻ്റെ പെങ്ങളായിട്ടുള്ള സുമയും കൂട്ടിയിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് പെണ്ണ് ചെക്കനേക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ജഗ്ഗുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവനപ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. സുമയാണെങ്കിൽ തനിക്കിപ്പോൾ ഏകദേശം 30 വയസ്സോളമായി, ഇനിയിപ്പോൾ തൻ്റെ കല്യാണമൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ച് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. എന്നാൽ ആ ഒരു PhD കാരനുമായിട്ട് കല്യാണം കഴിഞ്ഞ ഉമ ഉണ്ടായിരുന്നില്ലേ, അവളിപ്പോൾ അയാളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാൾ അവൾ വീട്ടിൽ നിന്ന സമയത്ത് സുമ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് നീ വീട്ടിലേക്ക്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ ജഗ്ഗു ഒരു ദിവസം അവൻ്റെ ഒരു കൂട്ടുകാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ അവനിപ്പോൾ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ അവൻ അമ്മയുടെ അടുത്ത് അവന് ഇവിടെ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇവരുടെ പെങ്ങളായിട്ടുള്ള ലീല എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണിനെയാണ് ഇവൻ സ്നേഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ലീലയ്ക്കാണെങ്കിൽ ഈ പയ്യനെ ഇഷ്ടമേ അല്ല. എന്നാൽ ഇപ്പോൾ ഇവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ചെക്കനെ കിട്ടുമോ അറിയാത്തതുകൊണ്ട് തന്നെ അവൾ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ അവളുടെ കല്യാണം നടക്കുന്നതെന്ന് ഉമ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് സുമ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഉമയുടെ കയ്യിൽ ഒരുപാട് മുറിവുകളുടെ പാടൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിക്കുന്ന സമയത്താണ് അവൾ പറയുന്നത് അവളുടെ ഹസ്ബൻഡ് അവളെ ഭയങ്കര ക്രൂരമായിട്ട് ഉപദ്രവിക്കാറുണ്ടെന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സുമയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവളിപ്പോൾ അവനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് നീയൊക്കെ ഒരു ആണാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഇപ്പോൾ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണ പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നേരെ ലീലയുടെ റൂം തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ലീലയെ കാണാനില്ല. അങ്ങനെ ഇവർ അന്വേഷിക്കുന്ന സമയത്താണ് ലീല അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പോയിരിക്കുകയാണ്. എന്താണെന്ന് കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇവർ നേരെ ചെന്ന് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് അവൾ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ആ പയ്യനും അവളുമായിട്ട് കുറച്ച് നേരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ പയ്യൻ 10 വർഷമായിട്ട് ഇവളെ അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവളുടെ അടുത്ത് നിനക്കിപ്പോൾ കല്യാണം കഴിഞ്ഞാലും ജോലിക്കൊക്കെ പോവാൻ ഞാനൊരിക്കലും നിന്റെ സ്വാതന്ത്ര്യത്തിൽ തലയിടാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ അവനിപ്പോൾ മനസ്സ് തുറന്ന് സംസാരിച്ച സമയത്ത് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾ ആ കല്യാണത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് മുഹൂർത്തത്തിൻ്റെ സമയമായി. അപ്പോൾ ഇവർ രണ്ടുപേരെയും കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവർ ആ ബാങ്ക് മാനേജറുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ സുമയും ഇവരെല്ലാവരും കൂടിയിട്ട് ബാങ്ക് മാനേജറുടെ വണ്ടിയിൽ പോകുമ്പോൾ ബാങ്ക് മാനേജർ അവളുടെ അടുത്ത് പറയുകയാണ്, നീ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറൊക്കെ ഇവൾ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ലോൺ തരാം, നിനക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തൂടെ.
അങ്ങനെ ബാങ്ക് മാനേജർ ആ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടിയാണ് ശരിക്കും നമ്മുടെ സുമയുടെ ജീവിതം മാറി മറിയുന്നത്. അങ്ങനെ ഇപ്പോൾ അനിയത്തീൻ്റെ കല്യാണം അവിടെ വെച്ച് നല്ല രീതിയിൽ നടക്കുന്നു. അതിനുശേഷം ബാങ്കിൽ നിന്നും ലോണും കിട്ടുന്നു. നമ്മളുടെ സുമ അവളുടെ അച്ചാർ ഉണ്ടാക്കുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആദ്യം 10 പേരെ വെച്ചിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 10 പേരിൽ നിന്നും 20 എംപ്ലോയീസ് ആയി. പിന്നീട് അത് വലിയൊരു ഫാക്ടറി ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ സുമ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുകയാണ്. അവളുടെ അച്ഛൻ എങ്ങനെയാണോ കുടുംബം നോക്കിയത് അതുപോലെ തന്നെ അവളിപ്പോൾ അവളുടെ കുടുംബത്തെ സന്തോഷത്തോടു കൂടി നോക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുമയുടെ പെങ്ങളായിട്ടുള്ള ഉമ്മയുണ്ടല്ലോ, അവൾക്ക് ഇപ്പോൾ കോടതിയിൽ നിന്നും ഡൈവേഴ്സ് മേടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഫാക്ടറി നടത്തുന്നത്. അങ്ങനെ സുമയും ഉമയും കൂടിയിട്ട് ഒരു ദിവസം ട്രിപ്പായിട്ട് ലണ്ടനിലേക്ക് പോവുകയാണ്. അതായത് നമ്മളുടെ സുമയുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ലണ്ടനിൽ നിന്നൊരു പയ്യനെ കല്യാണം കഴിച്ചിട്ട് അവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആ ലണ്ടനിൽ പോകണം എന്നുള്ള ആഗ്രഹം ഇവർ രണ്ടുപേരും കൂടി നിറവേറ്റുകയാണ്. ഇപ്പോൾ ഇവളുടെ ഈ ഒരു അച്ചാർ കമ്പനിയുടെ പേര് അവളുടെ അച്ഛൻ്റെ പേര് തന്നെയാണ് അവൾ വെച്ചിട്ടുള്ളത്. ആർച്ചർ ആൻഡ് കോ എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര്. സോ അത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. സോ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.